മുർഷി ഇന്ന് ഇത്തിരി ലേറ്റായി ഇറങ്ങാൻ. കാരണം ഓന് രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ്ട് 9 മണിക്കാണ് തിരിച്ച് കയറിയത്. അതെ അതെ. അപ്പം ഞാൻ ഇറങ്ങിയില്ല. വ്ളോഗർ ഉറങ്ങായിരുന്നു. വ്ളോഗ് ഉറങ്ങല്ല. ഇന്നലെ രാത്രി കിടക്കാത്തിരി ലേറ്റായി. കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. ആ വർക്ക് കഴിഞ്ഞ് ഇവന് പണിയൊന്നുമില്ല, അവൻ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. മുർഷിയെ ആ ഒരു കടയിലേ സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ പോയിട്ട് ഓൾറെഡി 2 സാൻഡ്വിച്ച് കഴിച്ചു. അപ്പോൾ അതേ കടയ്ക്ക് ഒന്നുകൂടി പോവാം. കാരണം ഞാൻ ഒന്നുകൂടി കഴിക്കാം സാൻഡ്വിച്ച്. അല്ല സിമ്പിളാണ്. സിമ്പിള് മറ്റെന്താണ് റൊട്ടി. ആ റൊട്ടി ഒരു രക്ഷയില്ല, വൈബാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി കഴിച്ചാണ്. അവിടുന്ന് ഷവർമ പറയരുത്, ഫൂല്, ഓംലേറ്റ്, കിബ്ത, ഈ 3 ഓപ്ഷനിലുള്ള മറ്റേ സാധനമല്ലേ എന്ത് എടാ ഇവിടെ ഞാൻ ചോദിച്ചിട്ടോ. ഇവിടെ ഒരു 10 മണിക്കാണ് ഇവർക്ക് എന്ത് സംഭവം ഉള്ളൂ. അപ്പോൾ ഇവരിപ്പോഴും അവിടെ ഒന്നും ആയിട്ടില്ല. നമ്മൾ മറ്റോടത്ത് കിബിത്തൻ്റെ നമ്മൾ ആ ഒന്നാമത് കുബൂസ് ഭയങ്കര സോഫ്റ്റാണ് ഒരു സംഭവമായിട്ടത് നമ്മളെ കട. അപ്പോൾ ഒന്ന് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരെ ഒരു 5-8 സാൻഡ്വിച്ച് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു കട നമ്മൾ മുമ്പ് വ്ളോഗ് ചെയ്താണ്, നിങ്ങൾ കണ്ടതാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് പോയിരുന്നു നോക്കാം. അതിന് മുമ്പ് ഓർഡർ ചെയ്തിട്ട് പോകാം. واحد فول وواحد بير. ده ادري فوق لا. اوكي انت تجيب لنا مشكور. اوكي. ഇവരെ സാൻഡ്വിച്ചിൻ്റെ ഒരു സ്പെഷ്യൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് കുബൂസ് അതേപോലെ തന്നെ അത് അതിൻ്റെ അകത്തായിരിക്കും. ഇതിന് ബസ്തർമ എന്ന് അതിന് പറയാം. പിന്നെ എഗ്ഗ്, നമ്മുടെ കീമ, പിന്നെ നമ്മുടെ ഫലാഫിൽ, ഇതെല്ലാം ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ. അസ്സലാമു അലൈക്കും. أكل أوكي بسطرمة رقم 1. أحسن شيء خبز. لا خبز وايد صوت يعني حلو، خبز حلو. أوكي بعد فول زين. أوكي كل شيء زين يعني الحمد لله. أوكي جزاك الله خير يا حياك الله. അപ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണം നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ شو اسم هذا مطعم؟ ايوه اسم موديشا وشمس. موديشا. ഈ ഒരു മത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അലക്സാണ്ട്രിയയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല് സീസർ ഹൗസ്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഓക്കെ. ഈ ഒരു ഹോട്ടല് അങ്ങനെ നമ്മൾ അലക്സാണ്ട്രിയ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി. ഇത് പുതിയ തരം ട്രാമാണ്. ഈ ഒരു സിറ്റി വെൽ കണക്റ്റഡ് വിത്ത് ട്രാം ആട്ടോ. ഓൾഡ് സിറ്റിയാണ്. ട്രാം നെറ്റ്വർക്ക് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ട്രാമിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ടിക്കറ്റൊക്കെ ഇപ്പോൾ എങ്ങനെ? ഇതിൽ പാള് തരും വരുമോ? ഓക്കെ. എത്രയാണ്? ഓരോ സ്റ്റേഷൻ വെച്ചാൽ അതെ അതാ കണ്ടക്ടർ. അങ്ങനെ എക്സ്പീരിയൻസിങ് ദ ട്രാം ഇൻ അലക്സാണ്ട്രിയ. എക്സാക്ട്ലി. ഇത് പുതിയ ട്രാമാണ്, പഴയതുണ്ട്. എനിക്ക് ഈ പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല അവിടുത്തെ ലേഡി. അപ്പോൾ അവർ പറഞ്ഞാൽ ചില ആളുകൾ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച തെണ്ടുന്ന ആൾക്കാർ, അവരെ പ്രൊമോട്ട് ചെയ്യരുത്. നേരെ മറിച്ച് അവരെ കയ്യിലുള്ള എന്തെങ്കിലും സാധനമാണ് അവർ സെയിൽ ചെയ്യണത്. അങ്ങനത്തെ ആൾക്കാരെന്താണ് ജീവിക്കാനേ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ലേഡി അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണ്ടേ. ഇവിടെ പക്ക പിച്ച തണ്ടുന്നൊരു കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? കുറവാണ്. പക്ഷെ അത് ശരിക്കും ഒരു നല്ല ഇതല്ലല്ലോ. ലൈക്ക് ഒരു ആരോഗ്യമുള്ള ഒരാളോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓക്കെ അല്ലേ, പിന്നെ അത്രയും ഉണ്ടാവണം. ആ ഒരു സംഗതി ഇപ്പോൾ എവിടെയും ലോകത്ത് എവിടെയും പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. ഏതായാലും ഇതിന് ഗ്ലാസ് ഒക്കെ നോക്കടാ, പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ. മൊത്തത്തിൽ വൺ നെറ്റ്വർക്ക് ആട്ടോ അല്ലേ? ഒരുപാട് സ്ഥലത്ത് ഏരിയയിലുണ്ട്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് പുതിയ ടൈപ്പാണ്, പഴയ ടൈപ്പ് ഉണ്ട്. അത് അങ്ങനെ പല കളറിൽ പല ടൈപ്പ് ഉണ്ട്. ബീച്ചിൽ പാരലായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വേറെ ഡയറക്ഷനിലുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇതിൻ്റെ ആ അറ്റം വരെ പോയി, ഇന്ന് രാവിലെ ഈ അറ്റം വരെ പോയി. നമ്മൾ കൊള്ളാം, നല്ല നെറ്റ്വർക്കാണ്. പണ്ടുണ്ടാക്കിയാണ്. പിന്നെ അലക്സാണ്ട്രിയ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രീ പ്ലാൻഡ് ആണ്. ഒത്തിരി സമാധാനമുണ്ട്, പറ്റിക്കൽ കുറവാണ്. ഇപ്പോൾ ആ ലെക്ചറിൽ പോയിട്ട് നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെട്ട കാലിക്കുമ്പം പിന്നെ ഇത് ഇങ്ങനെ സംഗതി വരുമ്പോൾ ഒന്നുകൂടി നല്ലതല്ലേ.
അപ്പോൾ നല്ല ആളുകൾ, നല്ല പ്ലേസ്, അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും മുർഷേ, ഈ പറഞ്ഞ കാര്യമൊക്കെ ഒരു യാത്ര പോണ സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ലെക്ചർ എന്നാണ് നമ്മൾ തിരിച്ച് നമ്മൾ ദുബായിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു മനസ്സ് എടുത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആ യാത്ര എൻഡ് ചെയ്യാനുള്ളൊരു ഇത് കൂടും. നേരെ മതി ഇപ്പം ഈ ഫീൽഡുണ്ടല്ലോ, ഈ ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് ആ നാട് വിടുമ്പോൾ ഒരു വിഷമം വരും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അലക്സാണ്ട്രിയയിൽ നമ്മൾ ഈ ഒരു കോർണിഷിലെത്തി. നമുക്കിനി ഇവിടെ കാണാത്ത ബാക്കിയുള്ളത്, കാരണം കഴിഞ്ഞ ദിവസം ഓൾറെഡി നമ്മൾ ആ സിറ്റാഡ് നമ്മൾ കണ്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു അലി മുർഷിദ് മോസ്കിൽ നമ്മൾ പോയതാണ്. അപ്പോൾ നമുക്കിനി കാണാനുള്ള ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു പോംബീസ് പില്ലർ ഉണ്ട് കേട്ടോ. ഈ പോംബീസ് പില്ലർ എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു ചെറിയൊരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഈ പോംബീസ് പില്ലർ എന്ന് പറഞ്ഞാൽ എ ഡി നമ്മുടെ ഏകദേശം 3-ാം സെഞ്ച്വറിയിൽ റോമൻസ് ആ സമയത്ത് അലക്സാണ്ട്രിയ സിറ്റി കീഴടക്കിയ സമയത്ത് അവർക്കുള്ള ഒരു മെമ്മോറിയലായിട്ടാണ് ഈ ഒരു പില്ലർ ശരിക്കും ഉണ്ടാക്കിയത്. ഇതിനെ ശരിക്കും ലാർജസ്റ്റ് പില്ലർ ഇൻ ദ വേൾഡ് കാറ്റഗറിയിൽ ഇത് പെടും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 25ഓളം മീറ്ററാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അലക്സാണ്ട്രിയയിൽ എത്തുന്ന ആരും മസ്റ്റായിട്ടൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു പോകേണ്ട കാര്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അധികം കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐതിഹ്യങ്ങൾ പലതും വ്യക്തമല്ല. ഇതുപോലത്തെ ഒറ്റ ഒന്ന് ഈജിപ്തിലുള്ളൂ. ഓക്കെ വേറെ എവിടെയും ഇല്ല. ഓക്കെ, മാത്രമല്ല ഇത് അല്ല ഇതുപോലത്തെ അല്ല ഇത് ഇവിടെ അലക്സാണ്ട്രിയയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് അലക്സാണ്ട്രിയ ഉള്ളതുകൊണ്ടല്ലോ അലക്സാണ്ട്രിയ മാത്രമേ പറഞ്ഞു ചിലരിക്കല്ലേ അറിയുമ്പോൾ. അതായത് ഇത് ഈ ഈജിപ്തിലെ പിരമിഡ് ആണെങ്കിലും മറ്റുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിലും പല സ്ഥലത്തും അതിന്റെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതുപോലത്തെ സാധനം വേറെ ഇല്ല. ഈ ഒരു സാധനം ഓക്കെ. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിസ്റ്ററി വല്ലതും ഒരു ഐഡിയ ഇല്ല. ലൈക്ക് അറൗണ്ട് നല്ല പഴക്കമുള്ള തന്നെയാണ്. പക്ഷെ ആരെ സ്ഥാപിച്ചെന്നോ മറ്റുള്ളൊന്നും അറിയില്ല. ഓക്കെ, പിന്നെ അസ്വാലിന് കൊണ്ടുവന്നാണിത്. ഓക്കെ, ഇത് മാത്രം. കാരണം അസ്വാലിലാണ് ഇതുപോലത്തെ ഗ്രാനൈറ്റ്സ് ഉള്ളത്, ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പോൾ അസ്വാലിന് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കണോ? അപ്പോൾ നമ്മൾ ഈ പോംബീസ് ദ ഗ്രേറ്റ് ഏകദേശം 3-ാം സെഞ്ച്വറിയിൽ റോമൻ ഭരണത്തിൻ്റെ റോമ സാമ്രാജ്യത്തിൻ്റെ ഏകദേശം ഫൈനൽ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അന്നത്തുള്ള ഏറ്റവും ടോപ്പായിട്ട് ഒരു മിലിറ്ററി ലീഡേഴ്സും അതുപോലെ സ്റ്റേറ്റ്സ് മാനുമാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാവും നമ്മളെ ജൂലിയസ് സീസറായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മകളാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1806 ഇത് കണ്ടെത്തുന്നത്. ഇത് നല്ലൊരു ടൂറിസം കേന്ദ്രമാക്കി ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു നല്ല വഴിയൊക്കെ നല്ല രീതിയിൽ വെച്ചത്. ഇതിൻ്റെ മുകളിൽ വലിയ കൊത്തുപണികളും കാര്യങ്ങളൊന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാച്ചു മാത്രമാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത് ഇത് ഒരു 100 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുത്തിട്ട് ഇത് കാണാൻ അത്രത്തോളം വേർത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ചരിത്രം അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഓക്കെയാണ്. ഒരു പ്രതിമല്ല, ഒരു ചെറിയൊരു സ്റ്റാച്ചുമായിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ ഒരു ആവറേജ് റേറ്റിംഗ് ഞാൻ അവിടെ കൊടുക്കണുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരിത്രാതീത കാര്യങ്ങളും മറ്റുള്ളതും എൻ്റെ ഒരു ഫീൽഡെല്ലാം ഞാൻ പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിക്കിപീഡിയ നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷ് ജോകുലങ്ങളുടെയൊക്കെ വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടക്കുകയാണ്. അപ്പോൾ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ആ ട്രാമിൻ്റെ ഭാഗമില്ലേ അതിൻ്റെ മറ്റൊരു സൈഡാണിത്. ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾ അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റാണ്. ഒരുപാട് ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിളും നമുക്ക് വേറെ കുറേ കാഴ്ചകളുണ്ട് ഇതിൽ. ഇപ്പോൾ ഈ റൈസുകളിൽ കണ്ടില്ലേ നിങ്ങൾ, മുയൽ, പ്രാവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മുയലിറച്ചി ഈജിപ്തിൽ പോയിട്ട് കഴിക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചാൽ മതി. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തില്ല, ഒന്നുമില്ല, എനിക്ക് ട്രൈ ചെയ്യണം തോന്നിയില്ല. പിന്നെ താറാവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ നല്ല രസകരമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശക്കുന്നുണ്ട്. ഏകദേശം വൈകിട്ടായി സമയം. അപ്പോൾ വിശക്കുന്നതിന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ലെവലിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഒരു കട ഇതാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു കബാബോ ഒരു ഷവർമ എന്തെങ്കിലും കഴിക്കുക. സത്യം പറഞ്ഞാൽ ഷവർമ കഴിച്ച് മടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഈജിപ്തിലും അലക്സാണ്ട്രിയയിലും ലാസ്റ്റ് ഡേ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ അറബിക് മെനു കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ കൺഫ്യൂഷനിലാണ്. ഇവിടെ ഈ ഒരു ആൾക്കാരെ കണ്ടില്ലേ, തലബാത്ത് ഉണ്ട്. ഈ തലബാത്ത് ആയിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കഴിച്ച കിബ്തട ഷോപ്പ് അപ്പുറത്തുണ്ട്. പക്ഷേ അവർ ചേഞ്ച് ആയിക്കോട്ടെ, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് നമുക്ക് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ നമ്മളെ ഫലസ്തീൻ്റെ ഫ്ലാഗുകൾ കാണാൻ പറ്റും. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഫ്ലാഗുകൾ കാണാൻ പറ്റും. ഒരു കൊച്ചു കുട്ടിയാണ് എനിക്ക് ഈ മെനു എടുത്തത്, ഓണറും മകളാണ്. അപ്പോൾ ഞാൻ അവരോട് ചെറിയൊരു ഡ്രിങ്ക്സും അതേപോലെ തന്നെ ചെറിയൊരു സാൻഡ്വിച്ചും പറഞ്ഞു. അപ്പോൾ ഈ സാൻഡ്വിച്ച് കഴിച്ചിട്ട് നമുക്ക് മുർഷിനോട് ഇതിൻ്റെ റിവ്യൂ ചോദിക്കാം. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ അവരെ കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർക്കും മനസ്സിലാവുന്നില്ല. അവരുടെ അടുത്താണെങ്കിൽ ഇംഗ്ലീഷ് മെനു ഇല്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചിത്രം നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത ഒരു സാധനങ്ങൾ പറയാമെന്നുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. റിവ്യൂ കുഴപ്പമില്ല. ഇത് സാധാ സാൻഡ്വിച്ച് അല്ല, ഇത് കബാബിൻ്റെ
കബാബ് നമ്മൾ ഷവർമയിൽ ഓർഡർ ചെയ്തത് കബാബാണ്. ഒന്നുമില്ല, അവരെ പറഞ്ഞ കാര്യമില്ല, നമ്മളെ ലാംഗ്വേജ് ഇഷ്യൂ ആണ്. നല്ല രസമുണ്ട്. അങ്ങനെ ആ രസമുള്ള ആ ഒരു സാൻഡ്വിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഈ കാണുന്നത് വേൾഡ്സ് ഫേമസ് അലക്സാൻഡ്രിയ ലൈബ്രറി. അവിടെ നമ്മളുള്ളത്. നമുക്കറിയാലോ, ഈ നേരെ കാണുന്ന കോർണിഷിൻ്റെ തൊട്ടടുത്താണ് ഈ അലക്സാൻഡ്രിയ ലൈബ്രറി. മുർഷി അതിൻ്റെ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ലൈബ്രറിക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് ലൈബ്രറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത. അതായത് ജൂലിയസ് സീസർ ഒരു സിവിൽ വാറിൽ 48 BC സിവിൽ വാറിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സമയത്തുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലൈബ്രറി കത്തിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 2-3 തവണ ഈ ലൈബ്രറി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ആ ഡിസ്ട്രോയ് ചെയ്ത സമയത്ത് ഏകദേശം 500,000 ബുക്കുകളും സ്ക്രോൾസുമാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ലൈബ്രറിയുടെ ആ നാശം അന്ന് എത്രത്തോളം ബാക്കിലേക്ക് നമ്മളെ ചരിത്രത്തെ നടത്തി നിങ്ങൾ ആലോചിക്കണം. ഈ ലൈബ്രറി അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എത്തിയ സമയത്ത് 4:30 ആയിരുന്നു, 4:30 വരെ ഉള്ളൂ. പക്ഷേ ലൈബ്രറി ഇന്ന് ക്ലോസ്ഡും ആണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വലിയ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾ നേരെ പോയിട്ട് ആ ഒരു ബാക്ക് സൈഡിൽ പോയിട്ട് അവിടെ കുറച്ച് സെക്യൂരിറ്റിയും പോലീസും ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ചെറിയ റിക്വസ്റ്റ് നടത്തി. നമ്മൾ ചെറിയ യൂട്യൂബിൻ്റെ കാര്യത്തിനാണ്, കുറച്ച് ജസ്റ്റ് ഒരു ഫൂട്ടേജ് മതി, ലൈബ്രറിൻ്റെ അകത്തേക്ക് എന്തായാലും കയറാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കണം, 20,000 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ റീഡിങ് ഏരിയ ഉള്ളത് കേട്ടോ. അത്രത്തോളം ഈ ഒരു ഭാഗത്തേക്കുള്ള ചെറിയ ചെറിയ കൊത്തുപണികൾ നിങ്ങൾ കണ്ടില്ല. അല്ല, അടിപൊളി ഭംഗിയുള്ള ലൈബ്രറി കേട്ടോ. അങ്ങനെ ആ ഒരു പോലീസ് ഓഫീസർ നമ്മളെ സമ്മതിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ആ ലൈബ്രറിയുടെ ഈ ഒരു കാഴ്ചകൾ നമ്മളെല്ലാം ഏകദേശം കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈബ്രറി കാണാൻ പറ്റിയില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം അത്രത്തോളം ഓൾഡസ്റ്റ്, പക്ഷേ ഇതൊരിക്കലും ബിഗ്ഗസ്റ്റ് ലൈബ്രറി ഇൻ ദ വേൾഡ് അല്ല, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറി ഇൻ ദ വേൾഡേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ചരിത്രം, ഗ്രീക്ക്, റോമന്, അതേപോലെ തന്നെ BC, അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു 14,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിനെ കുറിച്ചുള്ള രേഖകൾ നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് കിട്ടും. 5 മിനിറ്റേ സമയമുള്ളൂ. പിന്നെ എന്തായാലും അകത്ത് കയറ്റി, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, കയറ്റി. നന്നായി. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വെക്കണോ? വേണ്ടല്ലേ? അപ്പോൾ ഇനി പറയാം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മളെ പെർമിറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രിമിസസ് ഉണ്ടല്ലോ, അതും ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് ഈ ഒരു കത്തിക്കലും അതിൻ്റെ ഡാമേജൊക്കെ. അത് മനഃപൂർവ്വം ചെയ്താണോ അല്ലേ എന്നുള്ള ഒരുപാട് മിസ്റ്ററീസ് ഈ ലൈബ്രറിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലൈബ്രറിയുടെ കാഴ്ചകളൊന്ന് കാണാം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു മെട്രോ സ്റ്റേഷനും പോലെ നമുക്ക് തോന്നും ദുബൈയിലുള്ള ആളുകൾക്കൊക്കെ. പക്ഷേ അതല്ല, അത് ആ ലൈബ്രറിയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ അത്രത്തോളം നല്ല വാസ്റ്റായിട്ട് സ്ട്രക്ചറാണ്. അപ്പോൾ സൂര്യൻ ഒരു സൈഡിൽ ഇങ്ങനെ അസ്തമിക്കുകയാണ്. ഇന്നത്തെ ഡേ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ലൈബ്രറിനോട് ആളുകൾ ചെറിയ ഫോട്ടോ പോസ്റ്റിങ്, അവിടെ കുറേ ഒരു ഇവൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചെറിയൊരു നടത്തം നടന്നു. നമ്മളൊരു വണ്ടി കയറി നമ്മളിതാ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാം? ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഭാഗത്തിൻ്റെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര് സ്റ്റാൻലി ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഇത് ശരിക്കും അലക്സാണ്ട്രിയയുടെ ഒരു ഐക്കോണിക് സ്ട്രക്ചറാട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കറിയാലോ, ഈ റൈറ്റ് സൈഡിലുള്ള സീയുടെ പേര് മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ഈ ഒരു മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് ഉണ്ടാക്കിയ ബ്രിഡ്ജ് നിർമ്മിച്ചത് 1990 ഇദ്ദേഹത്തിൻ്റെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ലേറ്റ് ഈവനിങ്ങിൽ നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ചെറിയ ഷൂട്ടിൻ്റെ സമയത്താണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ കണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് റാൻഡായിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബേയുടെ പേര്, ഈ ഒരു ഭാഗത്തെ കടലിൻ്റെ പേര് സ്റ്റാൻലി ബേ എന്നാണ്. ഈ ബ്രിഡ്ജിൻ്റെ പേര് സ്റ്റാൻലി ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ നല്ല ട്രാഫിക്കാണ്. ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് നല്ല പോഷായിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ശരിയൊരു ബീച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള വ്യൂവും ഈ ഒരു സമയത്തുള്ള ക്ലൈമറ്റും ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ അലക്സാണ്ട്രിയ, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അലക്സാണ്ട്രിയ എന്ന സ്ഥലം വിസിറ്റ് ചെയ്യാനുള്ള ബേസിക് കാരണം നമ്മളെ വിസെയർ ഫ്ലൈറ്റ് ഈ ഒരു അലക്സാണ്ട്രിയക്ക് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഈജിപ്തിൽ കൈറോനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് സ്ഥലത്തിനേക്കാളും എനിക്ക് ഫീല് ഇഷ്ടമായത് ഈ അലക്സാണ്ട്രിയാണ്. അത് പറയാണ്ടിരിക്കാൻ ഒരു വഴിയില്ല. അത്രയും അടിപൊളിയാണ് അലക്സാണ്ട്രിയ. അപ്പോൾ ഈ ഒരു സമയത്തെ വാക്കും, ഈ സമയത്ത് നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളെ ഫോട്ടോ എടുക്കണോ ചോദിച്ചിട്ട് അവർ നമ്മളെ വന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്, ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ, ബാക്കിൽ ഒരുപാട് കഫേകളുണ്ട്, ഫ്രണ്ടിൽ ഒരുപാട് സീറ്റുകളുണ്ട്. അപ്പോൾ എത്രത്തോളം ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കൈറോയിൽ നമ്മൾ ആ ഒരു പിരമിഡിൻ്റെയും അല്ലെങ്കിൽ ആ മറ്റുള്ള ഭാഗത്തിൻ്റെയും കണ്ട അത്രത്തോളം ടൂറിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റൂലെങ്കിലും എന്നാലുണ്ട് ലോക്കലായിട്ടുള്ള ആളുകളുണ്ട് കൂടുതൽ. ഈ ഒരു കാണുന്നൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള പോഷായിട്ടുള്ള കാര്യങ്ങൾ. KFC, പിസ്സ ഹട്ട്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ ഫൈനലൈസായി. നമ്മളിനി ഈ ഒരു പഴയ ട്രാം, നമ്മൾ നേരത്തെ കണ്ടത് പുതിയ ട്രാമല്ലേ, നമ്മളിന്ന് പഴയ ട്രാമിലാണ് തിരിച്ചു പോകുന്നത്. പഴയ ട്രാമിൻ്റെ
ട്രാമിൻ്റെയും ഈ ഒരു സെയിം വഴിയിലൂടെ തന്നെയാണ് പുതിയ ട്രാമും പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തു കേട്ടോ. പഴയ ട്രാമിൻ്റെ അകം അത്രത്തോളം നീറ്റല്ല, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ട്രാമിൻ്റെ സൈഡിലുള്ള ഇവിടുത്തെ ആ ഒരു ട്രാം സ്റ്റേഷൻ്റെ ഒക്കെ ഇത് കണ്ടില്ല നിങ്ങൾ, ഓരോ സ്റ്റേഷൻ്റെ പേര്, അപ്പോൾ അതൊന്നും അത്രത്തോളം ലൈക്ക് മെയിൻറ്റെയിൻഡ് അല്ല. ചില ഭാഗത്ത് ഒരു പ്രോപ്പർ മെയിൻ്റെനൻസിൻ്റെ ലാക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ. ചില ഭാഗത്ത് നല്ല രീതിയിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റാൻലി ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ഒരു ചെറിയൊരു സാൻഡ്വിച്ച് കഴിക്കാം. ഇന്നത്തെ ഒരു ഫുഡ് അതാട്ടോ. ഈ ഒരു കട നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ മുമ്പ് വരെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം മുമ്പ് നമ്മളെ 1 വീക്ക് മുമ്പ് അലക്സാണ്ട്രിയ വന്ന സമയത്ത് 2 വട്ടം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചെറുക്കന്മാർ അടിപൊളി വൈബാണ്. അന്ന് ഓർമ്മയില്ലേ നമുക്ക് ഇവർക്ക് നമുക്കറിയാലോ ഒരു ചെറിയൊരു തട്ടുകടയും കാര്യങ്ങളും വെച്ച് നടക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഒരു ലൈഫും നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളും കിട്ടട്ടെ. അങ്ങനെ അവരായിട്ട് കുറേ കുശലൊക്കെ പറഞ്ഞു. നമ്മൾ ചെറിയൊരു സാൻഡ്വിച്ച് അവിടുന്ന് കഴിച്ചു. എന്താ സാൻഡ്വിച്ച് കഴിച്ചാൽ, എങ്ങനെ സാൻഡ്വിച്ച് കഴിച്ചാൽ ഫുഡ് റിവ്യൂക്കൊന്നും ഞാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ റാൻഡം കാഴ്ചകളൊന്ന് കാണാം. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞു, നമ്മൾ ഇന്നത്തെ ഒരു ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിന്ന് ചെറിയൊരു ഷോപ്പിൽ കയറാം. ഇവിടുത്തെ ചെറിയൊരു സ്വീറ്റ്സും അതേപോലെ നമ്മളെ ഈ ഒരു ഹണിയൊക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പിൽ കയറാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ ഫുഡിൻ്റെ കാഴ്ച കാണുക. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കാഴ്ച കഴിഞ്ഞ് നാളെ രാവിലെ നമുക്ക് 5:30 മണിക്ക് നമ്മൾ എയർപോർട്ടിൽ പോകണം. അതിൻ്റെ വണ്ടി ബുക്ക് ചെയ്യണം. Take a small bite. Hi bro. You're from Malaysia. Yeah. You're doing your medicine here. Yeah. Okay, we are from India. I'm a small travel vlogger actually. So I'm doing vlogging and they are with me. We just came from Dubai one week ago. So how long you are being here? 6. Already, this is my last year, final year here. Last year. 5 years. 5 years. Already 5 years. Okay, and your good name? Adib, Muhammad Adib. Muhammad Ali. And your name I forgot. Adib also. Ali. Yeah, Oh, Adib. okay. We Same, have the same, same Adib. name. ഓക്കെ അസ്സലാമലൈക്കും. അപ്പോൾ ഇവിടെ റൈസിൻ്റെ ഒരുപാട് ലൈക്ക് ഇത് റൈസ് പുഡിംഗ് ആണ്, ഇത് ചോക്ലേറ്റ്, സ്ട്രോബെറി, കരാമൽ, ഇങ്ങനത്തെ ഒരുപാട് لا പുഡിംഗ് ഉണ്ട്. انا بودنج ده مسكه ورز بلبن ഓക്കെ ايه എന്താണ് ഓക്കെ. പിന്നെ ഇത് തിക്ക് മിൽക്ക് ആരോ ഒരാൾ കൊടുത്തേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഹണിയുടെ ഒരു കാറ്റഗറി ഉണ്ട്. ഒലിവ് ഓയിലാണ്. ദിസ് ഈസ് ഒലിവ് ഓയിൽ മാം, ദിസ് ഇസ് സൈത്തൂൺ റൈറ്റ്? സോ ഇവിടെ ജെയ്ത്തൂൺ ഉണ്ട്, അതേപോലെ തന്നെ ഇത് ഹണി ഉണ്ട്. ഇത് ഒറിജിനൽ ഹണിയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതരം കൊബൂസ് ഉണ്ട്. ദിസ് ഈസ് കൊബൂസ്, ജസ്റ്റ് നോർമൽ ബ്രെഡ്. നോർമൽ ബ്രെഡ്. ഓക്കെ. ഇവിടെ ഹണിയും കാര്യങ്ങളൊക്കെ സെയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഷോപ്പ്. ഓക്കെ, താങ്ക് യു. ايه بص അങ്ങനെ ആ ഒരു പിള്ളേരാണ് നമ്മളവിടുത്തെ ആ ബില്ല് കൊടുത്തു കേട്ടോ. ഭയങ്കര ഫീൽ ചെയ്യുന്നു കേട്ടോ. മലേഷ്യയിൽ നിന്ന്, അതായത് എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ നമ്മൾ പറയില്ലേ, അതായത് മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാം, മെഡിസിൻ പഠിക്കാം. നമ്മളെ രാജ്യക്കാർ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി മെഡിസിൻ പഠിക്കാറുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് പഠിക്കണത് ഞാൻ ചോദിച്ചില്ല. എന്തായാലും നല്ലൊരു ഫീലായിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ അവരായിട്ട് ചെറിയൊരു ഇൻട്രാക്ഷനൊക്കെ നടത്തി. നമ്മൾ ആ ഒരു ഫുഡിൻ്റെ ബില്ലൊക്കെ അവരെ കൊടുത്തത്. അങ്ങനെ മുറിച്ച് എന്തോ ഭക്ഷണം വാങ്ങുക. കിട്ടിയോ? എന്താണ് മലേഷ്യയിൽ പിള്ളേരുള്ള പൈസ കൊടുത്തവിടെ അതെ ഒരു 6 വർഷം കഴിഞ്ഞു പറഞ്ഞേ. 5 വർഷം. പിന്നെ 5 വർഷം കഴിഞ്ഞു. അവർ ലാസ്റ്റ് ഇയറാണ് മെഡിസിന്. ഈ വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് മലേഷ്യയിലേക്ക് പോകും. എന്തോ ഇവിടെ വരാൻ കാരണം അത് അങ്ങനെ ഞാൻ ഡീറ്റെയിൽ അല്ല ചോദിക്കണ്ടേ. മലേഷ്യ ഞാനൊരു ഇജ്ജ് അപ്പുറത്തേക്ക് വേറെ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ സാധനം പഠിക്കണ്ടേ. സാധനം കഴിഞ്ഞാൽ പഠിച്ചാൽ അവർ പോരെ. എൻ്റെ ഒരു മുടന്തനെയായിട്ടത് ഞാൻ ചോദിക്കാൻ വിട്ടതാണ്. എന്തുകൊണ്ടാണ് മലേഷ്യയിലത്തെ ഒരാൾ ഈജിപ്തിൽ പഠിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. ചോദ്യം തന്നെയാണ് മുഷി പറഞ്ഞൊരു പോയിൻ്റാണ്. എനിവേ നമുക്കത് വിടാം. രാവിലെ സമയം 5:30 മണി. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണവരെയോ, ഇന്നലത്തെ രാത്രിക്കത്തെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നമ്മൾ പോകുന്നത് അലക്സാണ്ട്രിയ എയർപോർട്ടിലേക്ക്. നമ്മളെ ഈജിപ്ഷ്യൻ ട്രിപ്പ് കഴിയാണ് ഇവിടെ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് നല്ലതും ചീത്തമുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ഇഷ്ടത്തോടു കൂടി സ്വീകരിച്ച് നമ്മളിതാ അലക്സാണ്ട്രിയ എയർപോർട്ടിലേക്ക് പോവാണ്. റോഡൊക്കെ നിങ്ങൾ കാണണം, നല്ല അടിപൊളി റോഡാണ്. രാവിലെ റോഡ് കാലിയാണ്. അപ്പം ചെറിയൊരു കോടുണ്ട്, ചെറിയൊരു മഞ്ഞ്, പുതച്ച ചെറിയ താഴ്വാര പോലെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും അലക്സാണ്ട്രിയ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് ഏകദേശം 50 കിലോമീറ്ററോളം ഇത് ദൂരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഈജിപ്ത് എയർപോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടുന്ന് സിം എടുക്കുക. ആ സിം എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ട് യൂബർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ എയർപോർട്ടിൽ എത്തിയിട്ട് നിങ്ങൾ യൂബർ വഴി നിങ്ങൾക്ക് വണ്ടി വിളിക്കാൻ പറ്റും. നിങ്ങൾക്ക് എയർപോർട്ടിലേക്കും എയർപോർട്ടും തിരിച്ചു. എയർപോർട്ട് ബോർഗ് അൽ അറബ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അലക്സാണ്ട്രിയ. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും നിങ്ങൾക്ക് ആ സിം അല്ലെങ്കിൽ യൂബർ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കലും മറ്റുള്ള സ്കാമുകളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പെടരുത്. അപ്പോൾ എയർപോർട്ടിലേക്ക് ഈ 55 കിലോമീറ്റർ ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഉച്ച സമയത്ത് വൈകിയ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് പോകാൻ നോക്കുക. കാരണം നമ്മളെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ആവുക. അങ്ങനെ നമ്മളെല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് 8:45 ഈജിപ്ഷ്യൻ എപ്പിസോഡ് കഴിഞ്ഞു. സൈനിങ് ഓഫിനെ വിളിച്ചാണ്. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ? അങ്ങനെ നമ്മൾ വളരെ എന്താ പറയുക സാഹസികരവും പിന്നെ എന്താ പറയുക വളരെ പേടിച്ചിട്ടുള്ള ഘട്ടങ്ങളും വെറുത്തിട്ടുള്ള ഘട്ടങ്ങളും ഇഷ്ടപ്പെട്ടുള്ള ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഇന്നിപ്പോൾ ശനിയാഴ്ച പോവുകയാണ്. എയർ അറേബ്യ, ഈജിപ്ത് എയർ വണ്ടി എത്തിയില്ലല്ലോ. നമ്മൾ വണ്ടി ഉണ്ടാവും ചിലപ്പോൾ. നമ്മൾ ഇന്നലെ വന്ന വണ്ടി തന്നെയല്ല തിരിച്ചു പോണത്. ടൈമിങ് മാറും. സോ ഇറ്റ് വാസ് യുവർ ഹാപ്പിനെസ് ഫാക്ടർ ഈ അലക്സാണ്ട്രിയ സിറ്റി എന്ന് എത്രത്തോളം? നമ്മൾ യാത്രയിലൊക്കെ ഹാപ്പിയാണ്. ഈ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പാർട്ട് ഓഫ് ദ ജേണി അല്ലേ. നമുക്ക് യാത്രയിൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ എത്രമാത്രം ഇൻസൾട്ടിങ് അവിടുത്തെ ചെക്കിംഗ് ഒക്കെ, പക്ഷെ നമുക്കത് കല്ലിവല്ലി അത് ഓരോ ജോലി നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു രീതിയിൽ ഇൻസൾട്ടിങ് ആണ്. പക്ഷെ നമ്മൾ യാത്രക്കാരല്ലടാ. നമ്മളെ പാട്ട് നമ്മൾ എന്തായാലും ഉൾക്കൊണ്ടേ പറ്റൂ. ഓരോ രാജ്യത്തിൻ്റെ സേഫ്റ്റി ഒരു നോക്കുന്നത് സംശയിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അതാണ്ട് തീർന്നു വന്ന് $10 തീർന്ന്. അപ്പം അങ്ങനെ അലക്സാണ്ട്രിയയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് സൈനിങ് ഓഫ്. ഇനി അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.